എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രേണു സുധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. പുള്ളിക്കാരത്തി ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പുള്ളിക്കാരത്തിയെ തിരഞ്ഞെടുത്ത കാര്യമൊക്കെ നമ്മൾ അറിയുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന, നേരത്തെ മുൻ ഭാര്യയായിരുന്ന വീണ കൊണ്ടുവന്ന് നമ്മുടെ രേണുവിൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരെ അപമാനിക്കുന്നു എന്നൊക്കെയുള്ള പേരിൽ. അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, അതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം എന്ന് വെച്ചാൽ രേണു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ കൊല്ലം സുധിയുടെ അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മരിച്ച സമയത്ത് ഇട്ടിരുന്ന വസ്ത്രവും ബ്ലഡ് പറ്റിയ ബാഗൊക്കെ എടുത്തിട്ട് അത് കാണിച്ചിട്ട് പുള്ളിക്കാരത്തി കുറച്ച് ഷോ ഓഫൊക്കെ നടത്തിയിരുന്നു. അതിനേക്കാളേറെ സുധിയുടെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് എൻ്റെ സുധിച്ചേട്ടൻ കണ്ടില്ലേ, സുന്ദരനാണ് എൻ്റെ സുധിച്ചേട്ടൻ, നിങ്ങൾ ആരും കാണുന്ന കണക്കൊന്നുമല്ല, അടിപൊളിയാണ്, അദ്ദേഹത്തിൻ്റെ മീശ സൂപ്പറാണ്, തലമുടി സൂപ്പറാണ്, എന്തൊരു സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എനിക്കെപ്പോഴും അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അവർ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നും. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രേണു അത് ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോഴത്തേക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ സിമ്പതി നേടാൻ വേണ്ടിയിട്ട്, എപ്പോഴും ആ ഒരു സുധി എന്ന് പറയുന്ന പേര് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ സിമ്പതി എത്രയും നേടിയതും ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അന്തം ഫാൻസിൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ കാണാൻ വരണ്ട. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരയാനായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ തിരിച്ച് നല്ല മറുപടി കൊടുക്കേണ്ടി വരും, തിരിച്ച് ഇങ്ങോട്ടും മറുപടി തരും. എന്തിനാ വെറുതെ? അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു സുധിയെ വിമർശിക്കുന്ന വീഡിയോകൾ പരമാവധി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണണ്ട, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിമർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് വിമർശിക്കുന്നത്. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും, മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതിപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയത്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്, കിച്ചുവിനോട്, നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം, ഞാൻ കഴുകിയില്ല. ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ്റെ അവസാനം. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ ഇമോഷണൽ ആകത്തില്ല, ഇമോഷണൽ ആയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും. ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം ആകുന്നു. എനിക്ക് എൻ്റെ ഏട്ടൻ അന്ന് മേടിച്ചു തന്ന ഡ്രസ്സ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഡ്രസ്സ് സുധിച്ചേട്ടൻ മേടിച്ചു തന്ന ഡ്രസ്സാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ട്, അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ നല്ല രസമുള്ള ചിറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, അത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ചേട്ടൻ്റെ കയ്യിൽ പൈസ അധികം ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ചേട്ടൻ പറഞ്ഞു, വാവട്ടെ നിനക്ക് വേണം, ഇഷ്ടപ്പെട്ടോ, നമുക്കിപ്പം പോയി മേടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട 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 ഏട്ടാ വേണ്ട, പൈസ ഇല്ലാതെ മേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പറ്റത്തില്ല. ഏട്ടൻ തന്നെ കാറിൻ്റെ ഡോറൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ചേട്ടാ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. എന്നെ കൊണ്ടുപോയി, നീ ഓർക്കുന്നുണ്ട് ഇവിടെ നിന്ന് കുഞ്ഞ്, എന്നെ കൊണ്ടുപോയി എനിക്ക് ആൾ തന്നെ എടുത്തു തന്ന ഡ്രസ്സാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല, കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു. ആണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ്, ഒരു പെണ്ണാണെന്നാണെന്ന് അറിയത്തില്ല, എടി നീ യൂസ് ചെയ്യുന്നതെല്ലാം ദാനമല്ലേടി മറ്റോളെ, ഞാനൊന്നുമില്ല, ആയിക്കോട്ടെ ശരി, നീ യൂസ് ചെയ്യുന്നതെല്ലാം ദാനമല്ലേടി, നിന്റെ വീട് ദാനമല്ലേടി, ഇറങ്ങിപ്പോടി. അതെ, എനിക്കെല്ലാം ദാനം തന്നെയാണ്, എല്ലാവരും എനിക്ക് ദാനം തന്നാണ് ഈ വീടും. ഈ വീട് എൻ്റെ അല്ല, പിള്ളേരുടെ വീടാണ്, ഋതുലിൻ്റെ കിച്ചുവിൻ്റെ വീടാണ്. പക്ഷേ ഇതിൽ ഞാൻ താമസിക്കുന്ന അവർ അമ്മയായതുകൊണ്ടാണ് എനിക്ക് നീ കക്കൂസിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലും ദാനം തന്നല്ലേടി എന്ന് വരെ എന്നോട് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണ്, ഇതെല്ലാം ദാനമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഡ്രസ്സൊക്കെ തരും, അതൊക്കെ എനിക്ക് ഞാൻ സന്തോഷത്തോടു കൂടി വാങ്ങുന്നത്. കാരണം എനിക്കിപ്പം ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ടാണ് എനിക്ക് ഇതൊക്കെ എനിക്ക് മേടിച്ചു തരണമാണ് കേട്ടോ. സോ ഈ അലമാരി എന്ന് വെച്ചാൽ ആ അലമാരി എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമായിരുന്നു, അത് ആക്രിക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അപ്പം ഈ അലമാരി എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇതിന് പണ്ട് തൊട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ ഈ കൂടൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീടൊന്നും റൂമൊന്നും അടുക്കി പെറുക്കിയിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ്, വന്നതേ ഉള്ള സൂചിച്ചേണ്ട ഷൂസാണ്. ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഷൂസ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ സൂചിച്ചേണ്ട ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം, അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന് ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ച ഷൂസാണ്. എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു.
സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ്. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ. അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു. പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടാണ്. കാരണം അത് കണ്ടോ, അതിൻ്റെ വൈറ്റ്, അതിൻ്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ്. അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ. സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന്. അതിന് മുന്നേ പോയി. അപ്പം അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ അവസാനമായിട്ട് എടിമോനെ ഇത് വെച്ചേടി അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ്. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൈമടക്കുണ്ടല്ലോ, കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ കൈ, ആ വിരലുകളിലൂടെ കൈമടക്കിയത്, അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല. ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത്. ഒത്തിരി താങ്ക്സ് ചിന്നു. ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ആ കുട്ടി കൊണ്ട് തന്നു. ഇത് ഭയങ്കര, അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു. ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണെന്ന് തോന്നുന്നു. ഒരു ദുബായിൽ ലാസ്റ്റ് ടീമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടൻ്റെ. അതുപോലെ ഈ പാൻറ്റ് ഇതുവരെയായിട്ടും അലക്കിയിട്ടൊന്നുമില്ല. അത് ഇങ്ങനെ ഒരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ. പാൻറ്റും ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് ആൾക്ക്. അല്ലേടി മടക്ക്. ഈ മടക്ക് പോലും ഈ 2 വർഷമാകുന്നു ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ബോഡിയിൽ നിന്ന് ഈ ഡ്രസ്സ് ഊരിയത്, അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇത് പ്രോഗ്രാം ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഏട്ടൻ തലേന്ന് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയപ്പം, അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് നടന്ന കൈലി അതുപോലെ ഏട്ടൻ്റെ ബനിയൻ ഇതായിരുന്നു തലേന്ന്. ഇത് പൂപ്പാന്ന് തോന്നുന്നു, പൂപ്പിന്റെ മണം. കാരണം ഇന്ന് ഈ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല. കഴുകാതെ ഏട്ടൻ വേർപിരിഞ്ഞെന്ന് അറിഞ്ഞപ്പം നമ്മളെ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി എടുത്ത് വെച്ചതാണിത്. ഞാൻ ഈ ബാഗിൽ ഇതിപ്പോൾ സൂക്ഷിക്കുന്നു. ഇതൊരു കൂടിനകത്തായിരുന്നു, കൂടൊക്കെ കീറിപ്പോയി. ഇത് തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിനകത്ത് വെച്ച ഡ്രസ്സാണ്. ചേട്ടൻ ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാൻ ലാസ്റ്റ് കൊണ്ടുപോയ ഡ്രസ്സാണ്. ഇത് ടീം ഗിഫ്റ്റ് ചെയ്തതാണ്. അതുപോലെ പാവത്തിൻ്റെ ഒരു ബെൽറ്റ്. അധികം ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്ലി ഒന്നും മേടിക്കില്ലായിരുന്നു ആൾ കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെ അധികം കോസ്റ്റ്ലി ഒന്നും നമുക്ക് ആരും മേടിച്ചു തരാൻ, ഏട്ടനുള്ളപ്പോൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് മേടിച്ചു തരുമായിരുന്നു. സോ അങ്ങനെ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്താ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തുന്ന പിക്കാണ്. സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ. തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ കാണാം. എനിക്ക് സുന്ദരൻ, എൻ്റെ സൂചിച്ചിട്ട് ഭയങ്കര സുന്ദരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. നിങ്ങൾ സൂചിച്ചാണെങ്കിൽ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ അങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തിലെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും. ഇതായിരുന്നു എൻ്റെ സൂചിച്ചേട്ടൻ. എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ഭംഗി. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എന്താ പറയാ, ഇതെപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തത് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കും. ഞാൻ ആരും കാണിക്കാറില്ല. ഇപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ ലഗേജ് ബാഗ്. ഞാൻ സാധനം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ്. ഞാൻ അങ്ങനെ അധികം ആരും കാണിക്കാറില്ല. കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. ഏട്ടൻ്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു ഇവിടെ വെക്കുക. ഒരു ഫോട്ടോ എൻ്റെ ജീവന്റെ പാതിയാണ്. കാരണം ഈ ഒരു ഫോട്ടോയെ നോക്കി അറിയാം അത് കണ്ണ് ചിമ്മുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഈ ഒരു ഫോട്ടോ എന്നെ നോക്കി ചിരിക്കും, എന്നെ നോക്കി കണ്ണ് ചിമ്മും, എന്നെ നോക്കി സംസാരിക്കും. അത്ര ജീവൻ സ്ഫുരിക്കുന്ന ഒരു ഫോട്ടോ അവർ തന്നെങ്കിൽ എനിക്ക് അവരോട് എന്നും കടപ്പെട്ടവരാണ് ഞാൻ. എനിക്ക് നെഗറ്റീവ്, എൻ്റെ ഫാമിലിക്കോ എൻ്റെ മക്കൾക്കോ നെഗറ്റീവ് വരുന്ന ഒന്നും ഈ ചാനലിൽ നിന്ന് ഉണ്ടാവത്തില്ലെന്ന് തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമാണ്. രേണു പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയേറെ പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി എന്താണ് ബിഗ് ബോസിലൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ ആളുകളുടെ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കുറേ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും നിങ്ങൾ ഇപ്പോൾ അവരിടുന്ന റീൽസിൻ്റെയൊക്കെ അടിയിൽ പോയി നോക്കിയാൽ കാണുന്ന തെറി കമൻറ്റുകൾക്കും ബോഡി ഷെയ്മിങ്ങുകൾക്കും ഒരു അറുതിയില്ല. ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശവും ഇല്ല. അപ്പോൾ ബോഡി ഷെയ്മിങ് ഒഴിവാക്കി അവർക്കെതിരെ വിമർശിക്കുന്ന കമൻറ്റുകൾ കണ്ടാൽ നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ചിരുന്നു, ഇതൊക്കെ എന്താണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇവിടെ സത്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ തെറി വിളിക്കുന്ന ആളുകൾക്ക് ഒട്ടും കുറവില്ലാതാനും. അപ്പോൾ രേണുവിൻ്റെ ഫാൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം മറ്റുള്ളവർ അവർക്കെതിരെ സംസാരിക്കരുത്, ശബ്ദമുയർത്തരുത് എന്ന് നിങ്ങൾ പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അതിനോട് ഒരിക്കലും യോജിക്കാനും കഴിയില്ല. പിന്നെ നമ്മൾ അവർക്കെതിരെ എന്നല്ല, മറ്റ് ആർക്കെതിരെ നമ്മൾ ശബ്ദിച്ചാലും നമ്മൾ ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യാത്ത രീതിയിലും മാന്യമായ രീതിയിൽ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ വിമർശനങ്ങൾ വരുമ്പോൾ വിമർശിക്കുന്നവരെ തളർത്താനായിട്ടും തകർത്താനായിട്ടും വായി തോന്നുന്നത് വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്.
നിങ്ങൾ വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് കരുതി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്നവർ ഇപ്പോഴേ പറയട്ടെ, അതിനപ്പുറം ഞാൻ തിരിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തും അങ്ങ് പറഞ്ഞിട്ട് പോകാമെന്ന് ആരും കരുതണ്ട. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓണാക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.